കണ്ടിടുവാൻ ഞങ്ങൾക്ക് ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഖബറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് ബഹുമാനികളെ, വലതുഭാഗത്തേക്ക് നോക്കി. ഇത് ഹുദൈബിയയിലേക്ക് വരുമ്പോ ഒരു മ്യൂസിയം ആയിരുന്നു. ആദ്യമൊക്കെ ഇങ്ങോട്ട് പെർമിഷൻ ഉണ്ടായിരുന്നു കയറി കാണാനും. ഒരുപാട് പഴയ കഅബയുടെ മറ്റൊരുപാട് പഴയ സാധനങ്ങള്, ഇസ്മായിലെ സ്വർണ്ണപ്പാത്തി, അതുപോലെ തന്നെ ഇബ്രാഹിം മക്കാമ്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പലതും, അതുപോലെ സംസമിന്റെ ഒരു രൂപം, ഇങ്ങനെ പലതും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മ്യൂസിയം ആയിരുന്നു വലതു ഭാഗത്ത് കാണുന്നത്. അതുപോലെ തന്നെ പിന്നെ പരിശുദ്ധ കഅബയുടെ കിസ്വ നെയ്യണ കറുപ്പുണ്ടല്ലോ, കറുപ്പ് കഅബയുടെ കിസ്വ ഉണ്ടല്ലോ, അത് നെയ്യുന്ന സ്ഥലം കൂടിയാണ് വലതു ഭാഗത്ത് കാണുന്നത് കേട്ടാ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇറങ്ങി കാണാനുള്ള ഓപ്ഷന് പെർമിഷൻ ഒന്നും ഇല്ല. അത് കണ്ടില്ലേ, വലതു ഭാഗത്ത് കണ്ടില്ലേ? ഇൻഷാ അല്ലാഹ് കഅബയുടെ കിസ്വ മനസ്സിലാക്കണോ? അത് മനസ്സിലായാൽ മതി. ബഹുമാനികളെ, ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്നത് നവാരി എന്ന് പറയും, പണ്ട് ഷെയ്ഫ് എന്ന് പറയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് നവാരി എന്നുള്ളത്. ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കടക്കുമ്പോ ഹബീബായ മുത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും പരിശുദ്ധമാക്കപ്പെട്ട ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്ന ഒരു സംഭവമുണ്ട്. ഇന്നലെ അതിന്റെ ചരിത്രങ്ങൾ പറഞ്ഞു. ഉംറത്തുൽ ഖളാ, അതുപോലെ ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധി നടന്ന ഹിജ്റ എത്രാം വർഷം? മാഷാ അല്ലാഹ്, നല്ല കുട്ടിയാണ്.
ഹിജ്റ 6-ാം വർഷത്തിൽ ഹുദൈബിയ സന്ധി നടന്നു അല്ലെ. 1400ഓളം വരുന്ന സ്വഹാബത്തുമായിട്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിലെത്തിയിട്ട് മടങ്ങിപ്പോവേണ്ട അവസ്ഥ ഉണ്ടായി. പിന്നീട് പിറ്റേത്തെ വർഷം നടന്നു അല്ലെ. ആ ഹുദൈബിയയിൽ നടന്ന എന്തോ 2 സംഭവം ഉണ്ടല്ലോ. എന്താണ്? ഒന്ന് ബൈഅത്തുൽ റിദ്വാൻ, മറ്റൊന്ന് ഹുദൈബിയ സന്ധി അല്ലെ. 2 നടന്നു. ശരിയാ. അങ്ങനെ പിറ്റേത്തെ വർഷം, അതായത് ഹിജ്റ 7-ാം വർഷത്തിലാണ് പിന്നെ എന്തിനു വരുന്നത്? എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് മൈമൂന ബീവി റളിയല്ലാഹു അൻഹയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈമൂന ബീവിയോട് പറഞ്ഞിരുന്നു, മൈമൂന, നിങ്ങൾ ഒരിക്കലും തന്നെ മക്കത്ത് വെച്ച് മരിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു. മക്കത്ത് വെച്ച് മരിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടപ്പോ ഒരു ദിവസം മൈമൂന ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പരിശുദ്ധമാക്കപ്പെട്ട മക്കത്ത് വെച്ച് ശാരീരികമായി അസ്വസ്ഥതകൾ നേരിട്ടു. വല്ലാണ്ട് പ്രയാസപ്പെട്ടു. മൈമൂന ബീവി സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ മക്കയിൽ നിന്ന് കൊണ്ടുപോവണം. കാരണം എന്റെ ഹബീബായ മുത്തുനബി ഞാൻ മക്കയിൽ വെച്ച് മരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ മക്കയിൽ നിന്ന് കൊണ്ടുപോവണം എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹു മൈമൂന ബീവി റളിയല്ലാഹു അൻഹയെയും കൂട്ടിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ് മദീനയിലേക്ക്. പക്ഷേ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന, അതായത് മുത്തുനബി തങ്ങൾ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത നവാരിയ എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് ഷരീഫ് എന്ന് പറഞ്ഞിരുന്നു. അവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, മൈമൂന ബീബി റളിയല്ലാഹു അൻഹയുടെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഉമ്മുൽ മുഅ്മിനീൻ അസയ്യിദ് മൈമൂന ബീബി റളിയല്ലാഹു അൻഹ, നമ്മുടെ ബുറാക്ക് ഗ്രൂപ്പിലെ സംഘം ഇപ്പോൾ മൈമൂന ബീബി റളിയല്ലാഹു അൻഹയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന രംഗമാണ് കാണുന്നത്. സലാം പറയണം എല്ലാവരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സിയാറത്ത് ചെയ്യുകയാണ് നമ്മളെ ബുറാക്കിലെ ഉംറ സംഘം ഇപ്പോൾ ഉള്ളത്. അതാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ബുറാക്ക് സംഘം ഇപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സിയാറത്ത് ചെയ്ത് ഇറങ്ങി. കൂടുതൽ സമയം പിടിക്കണില്ല കേട്ടോ. അവിടെ അങ്ങനെ കൂടുതൽ നിൽക്കാൻ പറ്റില്ല, സമയമല്ല, അതുകൊണ്ട് നിൽക്കാൻ പറ്റുകയല്ല. പിന്നെ കൂടുതൽ ദുആ ചെയ്ത് കണ്ട് നിൽക്കാൻ പറ്റും. ഈ കെട്ടിൻ്റെ ഉള്ളിലാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ കണ്ടതുപോലെ പ്രത്യേകിച്ച് ഖബറായിട്ട് ഇവിടെ കാണാൻ കഴിയൂല. ഇവിടെ ഒന്ന് ഖറാബായി കിടക്കുകയാണ്. ഇവിടെ ഈ രൂപത്തിലേ ഉള്ളതുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് ഖബറായിട്ട് കാണാൻ കഴിയൂല. ഇപ്പോൾ ഖബറിനെ അടയാളപ്പെടുത്തി ഒരുപാട് 2 കല്ലുകൾ കാണുന്നുണ്ട്. ഏതായാലും ഈ കെട്ടിൻ്റെ ഉള്ളിലാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണുള്ളത്. മുത്തുനബി തങ്ങളെ എല്ലാ അർത്ഥത്തിലും പിൻപറ്റി ജീവിച്ച മുത്തബഅ സുന്ന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അവിടെയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സിയാറത്ത് കഴിഞ്ഞു. ഇനി റൂമിലേക്കാണ് പോകുന്നത്. ഒന്ന് റൂഫ് ഇപ്പോൾ തണുപ്പുകൊണ്ടാണോ ഞാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ബുറാക്ക് സംഘം ആയിഷ പള്ളി ഉംറക്ക് വേണ്ടി 7ാമത്തെ ഉംറക്ക് വേണ്ടിയിട്ട് ബസ്സിലേക്ക് വരികയാണത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തോട് കൂടിയിട്ട് 7 ഉംറ പൂർത്തിയാവും. ഇനി ഓർക്ക് കഴിയുമെങ്കിൽ 8ാമത്തതും കൊടുക്കും നാളെ വേണമെങ്കിൽ, അവരെ കൊണ്ട് കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ്. നല്ല അൽഹംദുലില്ലാഹ്. നമ്മുടെ ബുറാക്ക് ട്രാവൽസിലെ പ്രിയപ്പെട്ട സംഘം ഇന്ന് 7ാമത്തെ ഉംറക്ക് ആയിഷ പള്ളിയിൽ നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് ബസ് കയറാൻ വേണ്ടി പോവുകയാണ്. ഇത് 7ാമത്തെ ഉംറയാണ്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ തയ്യാറാണെങ്കിൽ ഇനി
അത് 8ാമത്തെ ഉംറയും നാളെ കൊടുക്കും ഇൻഷാ അല്ലാഹ്. അതല്ലെങ്കിൽ ഇത് അവസാനത്തെ അവരുടെ ഉംറയായിരിക്കും. അല്ലാഹു തആല ഇപ്പോഴല്ലെങ്കിലും മറ്റു സമയത്ത് ഇനിയും വരാൻ ഇവർക്കും മുമ്പ് എൻ്റെ കൂടെ ഉംറക്ക് വന്നവർക്കും നമ്മുടെ റയ്യാൻ ഉംറ ഗ്രൂപ്പിലുള്ളവർക്കും റയ്യാൻ സ്വലാത്ത് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ഒരുപാട് തവണ അവസരങ്ങൾ അല്ലാഹു തആല ഒരുക്കി തരട്ടെ. അതുപോലെ ഇനി വരുന്ന എൻ്റെ ബാച്ചിൽ വരാനിരിക്കുന്നവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്ത് കുറേ കാലമായി ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മരിച്ചു എന്നുള്ള വിവരം അറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരു പ്രിയപ്പെട്ട ഹസനി ഉസ്താദിൻ്റെ ഉമ്മ മരണപ്പെട്ടു എന്നറിയാൻ സാധിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ നാട്ടുകാരൻ നല്ലൊരു മനുഷ്യനായിരുന്നു. എപ്പോഴും അവരുടെ കന്നുകാലികൾക്ക് പുല്ലരിഞ്ഞിട്ടും മറ്റൊക്കെ ആയിട്ട് ഒരാളോടും ഒന്നിനും പോവാതെ നല്ലവരായി ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അവരും മരണപ്പെട്ടു എന്നറിയാൻ സാധിച്ചു. അല്ലാഹു തആല മരിച്ച എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവരുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്നതിനൊക്കെ സവാബിനെ അവർക്കും അല്ലാഹു തആല കൊടുക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ഖബറുകൾ അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ടവരുടെ പേരിലുള്ള മയ്യത്ത് നിസ്കാരം നമുക്ക് സംഘമായിട്ട് നിസ്കരിക്കണം. സമയത്തിനനുസരിച്ച് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ആയിഷ പള്ളിയിൽ നിന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്തു പോന്നു. ഇതിപ്പോ അവസാനത്തെ ഇഹ്റാമാക്കണോ? നീ വേണോ? നിങ്ങൾ തയ്യാറാണോ? ഇൻഷാ അല്ലാഹ് അങ്ങനെ ഉണ്ടെങ്കിൽ لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد بل وأشرف منه يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله أنت أم أم أب ما رأينا فيما مثل حسنك قط يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي حسبي ربي جل الله ما في قلبي. ബഹുമാനികളെ, നമ്മളെ ബുറാക്ക് സംഘം സഫ കുന്നിൻ്റെ താഴ്ഭാഗം ഒന്ന് കാണുകയാണ്. ഇവിടെയാണ് അസർ നിസ്കരിച്ചത്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുത്തതാണ് ഞാൻ. നമ്മളെ സഫ കുന്നിൻ്റെ താഴ്ഭാഗം ബുറാക്ക് സംഘം കാണുകയാണ് കേട്ടോ.
ഇത് എടുക്കാനും ബുദ്ധിമുട്ടാണ് സ്ത്രീകൾ ഇങ്ങനെ ഉണ്ടായത് കൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇപ്പോൾ ഞാനുള്ളത് സൗർ മലയുടെ ഏകദേശം മുകൾ ഭാഗത്താണ്. ഇനി അല്പം കൂടി ഉണ്ട് ഗുഹയിലേക്ക് എത്താൻ. മുത്തുനബി സ്വല്ലല്ലാഹു തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിലിരിക്കുമ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് വെള്ളത്തിന് വല്ലാതെ ദാഹിച്ചു. മുത്തുനബി പറഞ്ഞു, ഒരല്പം താഴോട്ട് ഇറങ്ങി ചെന്നാൽ ശുദ്ധമായ വെള്ളം കിട്ടും. അങ്ങനെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഏകദേശം ഈ ഭാഗത്ത് എന്ന് തന്നെ പറയാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ നിറമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള നല്ല വെള്ളം കിട്ടി. അതെല്ലാം കുടിച്ചു ചെന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറഞ്ഞു, അത് സ്വർഗം കൊണ്ട് കൽപ്പിക്കപ്പെട്ട മലക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു പരുവി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, നബിയെ, എനിക്ക് ഇത്രമാത്രം ബഹുമതിയുണ്ടോ? മുത്തുനബി പറഞ്ഞു, ഇതല്ല, ഇതിനേക്കാളും അപ്പുറം ബഹുമതിയുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ 70ഓളം വരുന്ന നബിമാർ ചെയ്യുന്ന അമൽ ചെയ്താലും ശരി അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹത്വമായിട്ട് പറഞ്ഞു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാൽപ്പാടാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളതാണ് എനിക്ക് പൂർവികരായി ഇവിടെ ഒരുപാട് പരിചയസമ്പത്തുള്ള ഉസ്താദുമാരുടെ അടുക്കൽ നിന്ന് കിട്ടിയ വിവരം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഒരു കാൽപ്പാടിൻ്റെ അടയാളുണ്ടേനും കദമെ മുബാറക്ക് എന്നാണ് പറയാറ്. നിങ്ങൾക്കൊക്കെ ഇവിടെ എത്താനും ബർക്കത്തെടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ബുറാക്ക് സംഘം ഇപ്പോൾ സൗർ മലയുടെ മുകളിലാണ്. ഗുഹയിലേക്ക് ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, മറ്റു ചില ആളുകൾ ഇറങ്ങാനുണ്ട്. ഇൻഷാ അല്ലാഹ് അവരെയും കൂടി ഇറക്കും. അൽഹംദുലില്ലാഹ്, എന്ത് ഭംഗിയുള്ള കാഴ്ചയാണ്. അപ്പുറത്തേക്ക് ഗുഹൻ്റെ അവിടേക്ക് നിങ്ങളെ വീഡിയോ കാണിച്ചില്ലാത്ത അവിടെ സ്ത്രീകളുണ്ട്, മറ്റുള്ള നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. ഇവിടെ അതാ ആണുങ്ങളെ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഫായിസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തഹബാനായിട്ട് കിടക്കണ സാധനം വേറെ ഉണ്ട്. അതൊരു മുതലാണ്. ഇതാണല്ലോ മാഷാ അല്ലാഹ്, നമ്മളെ പ്രിയപ്പെട്ട മുഹമ്മദ് ക, പിന്നെ നമ്മളെ മെയ്തുവൊക്കെ ഉണ്ട്. പ്രായം കുറഞ്ഞു വരികയാണ് ഇപ്പോഴും. അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ അമീർ ഇവിടെ തന്നെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങളെല്ലാം റാഹത്തായിട്ട് ഇവിടെ കുറച്ചൊക്കെ പ്രയാസങ്ങൾ എന്നാലും ഇവിടെ എത്തി. ഇനി ഏറ്റവും മുകളിൽ നിന്ന് ഉള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ക്ലോക്ക് ടവർ, ഇതാ ക്ലോക്ക് ടവർ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്ക് ഗുഹയും കൂടി ഞാൻ കാണിച്ചു തരും കേട്ടോ. സൗർ മലയുടെ ഗുഹ കാണിച്ചു തരും. അവിടെ സ്ത്രീകൾ നല്ലോണ്ട്. നമ്മുടെ വീടിൻ്റെ ഒരു നിയമമാണെന്ത്, സ്ത്രീകളുടെ മുഖം പെടരുത്. പരമാവധി ഞാനത് ശ്രമിക്കുന്നുണ്ട്. അറിയാണ്ട് എപ്പോഴും പെട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഇവിടേക്ക് എത്താൻ നിങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ബുറാക്ക് സംഘം സൗർ മലയിൽ മുത്തുനബി സ്വല്ലല്ലാഹു തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്ന ഗുഹ എന്ന് പറയപ്പെടുന്ന ഗുഹയിലേക്കാണ് ഇറങ്ങുന്നത്. നമ്മുടെ ബുറാക്ക് സംഘം സൗർ മലയുടെ മുകൾ ഭാഗത്തുള്ള ഒരു ഗുഹയിലാണ് ഇപ്പം ഇറങ്ങാൻ നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇറങ്ങിയില്ലേ, കയറിയില്ലേ? അവരെ 3 സ്വലാത്തും ചെല്ലാണ്ട് പോരേട്ടാ. അല്ലാ, മുഹമ്മദ് ഖാദിനെ പറഞ്ഞു നമ്മൾ ജബൽ സൗർ കയറാതെ പോരൂല. ആ അമീർ കൂടെ കയറെന്ന് പറഞ്ഞ ശരിയാട്ടോ. നമ്മുടെ പരസ്യം എടുക്കട്ടെ. അതാ വടി ഇങ്ങനെ നടന്നേ, ഒരു വടി നടന്നേ കൂടി പറഞ്ഞാലേ അത് മുതലായില്ലേ? ആ അതെ, നമ്മളെ നാട്ടുകാർ അവിടെ ഇപ്പം നിന്നിക്കാണ്. ഇപ്പൊ ഫൗസിയാക്ക് ഇപ്പം അങ്ങോട്ട് വരാൻ കഴിഞ്ഞു. ഇപ്പൊ കേറില്ല എന്ന് പറഞ്ഞാലൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജബലു സൗറിൻ്റെ മുകളിൽ മുത്തുനബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്ന ഗുഹയിൽ 2 അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഒന്ന്, ഇതാണ് ആ ഗുഹ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒന്ന് അപ്പുറത്ത് പറഞ്ഞ അവിടെ സ്ത്രീകളിക്കൊണ്ട് ഞാൻ കാണിച്ചു തരാണ്.
ഇതും സാധ്യതയുണ്ട്, അപ്പുറത്തും സാധ്യതയുണ്ട്. ഏതാണെങ്കിലും നമുക്ക് ഈ യക്കീനല്ല ഉറപ്പല്ലെങ്കിലും ഇത് രണ്ടും നമ്മൾ കണ്ടല്ലോ. നമ്മൾ ആദ്യമാർ ഇവിടെ ഇറങ്ങാനും പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അതിലേക്ക് ഇറങ്ങുന്ന വഴി ഞാൻ കാണിച്ചു തരാം. ഇറങ്ങുന്ന വഴിയാണ് ഇവിടെ. ഇതിലെ വരി ആദ്യമാണ് നിങ്ങൾ ഇറങ്ങി, അതിലിറങ്ങിയിട്ട് അതിലേക്ക് കയറട്ടോ. അതിലൂടെയാണ് ഇറങ്ങും വരും. ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവും, അത് സാറേ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഇറക്കിയിട്ട് ഞങ്ങളെ വിടുള്ളൂ. ഞാൻ പോട്ടെ എന്നിട്ട് ഇല്ല കുടുങ്ങിയാൽ ഞാൻ ഇല്ല നിങ്ങൾ ആരും ഇട്ടിട്ട് പോലേനെ, എല്ലാവരെയും കൊണ്ടുപോയിട്ടേ പോളേനെ. നമ്മുടെ ബുറാക്ക് സംഘട്ടം ആക്കം പിന്നെ സാവകാശം എല്ലാവരും കൂടെ ഒരുമിച്ച് അതിനുള്ളിൽ കൊള്ളൂല. അയ്യോ നീ ഇതിലൂടെ കയറി വരും കേട്ടോ. നീ ഇതിലൂടെ പോകുന്ന കേട്ടോ. അതിലൂടെ കയറി അതിലാണ് വരിക. നമ്മളെ വടിയുണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, സൗർ മലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഇരുന്ന ഗുഹയിലേക്കാണ് നമ്മുടെ ബുറാക്ക് ഉംറ സംഘം ഇറങ്ങുന്നത്. കൂടുതൽ സമയം അതിലിരിക്കൂല, ഒരല്പസമയം ഇരുന്ന് സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് ഒരു ചീരണിയെ കൊടുത്തിട്ടുണ്ട് ഒരു ഉമ്മ. അതൊക്കെ വിതരണം ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങും. നമ്മൾ മുഹമ്മദൊക്കെ സജീവമായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ബുറാക്കിറങ്ങി നമ്മളെ പ്രായം ചെന്നൊരു ഉമ്മ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മളെ കൂട്ടൊരു ഉമ്മയാണ്. ഇതൊക്കെ വരുന്നത് ഞാനുണ്ടോ? ഉണ്ടോ? ആ നാട്ടുകാർ ലാസ്റ്റ് വരുന്നേ. ഞാനുണ്ടോ? അത് നമ്മളതാ അത് നമ്മൾ തന്നെ അങ്ങനെയാ. നീ ഉണ്ടോ? കഴിഞ്ഞില്ലേ? മുത്തുറസൂലിൻ ത്വയ്ബയിലണയാൻ ആശകളേറെ സുബ്ഹാനേ. പുണ്യമദീനയിൽ അന്തിയുറങ്ങും ഹബീബിനെ കാണാൻ കൊതിയേറെ. ആ മുഖമൊന്നിൻ കനവിലെങ്കിലും കാണാൻ എന്തൊരു കൊതിയാണേ. ആ തിരുസവിധം പുൽകിടാനായി കനിവേഗണേ റഹ്മാനേ.